അറ്റത്ത് ലോലാനില്ലേ, കളർന്ന് പോണ ലോല, ഉള്ളിത്തണ്ടുകൾ ദേ ഉയർന്നു തുടങ്ങിയണ്ട. എന്താ മരം വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നോളാൻ പറഞ്ഞു. കാരണം ഇവിടെ ഇഷ്ടം പോലെ സ്ഥലല്ലേ, പൂമ്പെടുത്ത് വരുന്നുണ്ടാ. ഇത് ഒരു ഗതികെട്ട പ്രേതന്റെ പോലെ. യക്ഷികള് ഭയങ്കര സാമ്പത്തികം ഉള്ളവരും പ്രേതങ്ങള് ഭയങ്കര പാവപ്പെട്ടവരാണെന്ന്. ചാർലിയുടെ തല നിന്റെ അമ്മ വരും, നിന്റെ തല ചാർലിയമ്മ വരും. ചാവില്ലെന്നല്ല, ചാവും. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും കാലം വൈകുന്നേരം 7 മണി വരെ കളക്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും തിരിച്ച് എരിവുണ്ടല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരാം അല്ലെങ്കിൽ തളരാം. ഇന്ന് പുതിയ പറമ്പ് പാട്ടത്തിനെടുത്തിട്ട് എത്രാമത്തെ ദിവസമായി ചേട്ടാ? 3. അയ്യോ, ഈ തെങ്ങിന്റെ കട മൂടാണോ ചേട്ടൻ? മൂടല്ല ഇതിന് മൂടാന്നല്ല പറയാ. ഇതേ എനിക്കിവിടെയൊക്കെ ഭംഗിയായി കിടക്കണേ. ഇത് ഒരു ഗതികെട്ട പ്രേതന്റെ പോലെ. അല്ല ചേട്ടാ, അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണേ കുറ്റിയാമ്പരയുടെ വിത്ത് വേണോന്ന്. എന്താ മരം വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നോളാൻ പറഞ്ഞു. കാരണം ഇവിടെ ഇഷ്ടം പോലെ സ്ഥലല്ലേ. കൊത്തമര ഉണ്ടോ ചോദിക്കായിരുന്നു. കൊത്തമര വേണ്ട, കൊത്തമര ഉണ്ടായില്ലേ. അതേ അവിടെ ആരാ വേറെ ജോജു സാരിത് 3 ദിവസമായപ്പോഴേക്കും വന്ന മാറ്റം നോക്കിയേ. മനം കുളിർക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയറ് വിത്ത് മുളച്ചു 3 ദിവസമായിട്ടല്ലോ. ഇനി നോക്കി ഇങ്ങോട്ട് വന്നേ, നമ്മുടെ ഉള്ളി നോക്കിയേ കണ്ട, ഉള്ളിത്തണ്ടുകൾ ദേ ഉയർന്നു തുടങ്ങിയണ്ട. ഉള്ളിയുടെ വിത്ത് കിട്ടുന്നു. അത് മറ്റേ സബോള അരയാവും. ഉള്ളിയുടെ വിത്ത് കിട്ടാത്തവർക്കും നമ്മുടെ കൂട്ടാൻ വെക്കാനായിട്ട് ഉള്ളി വാങ്ങിക്കില്ലേ, അത് കുഴിച്ചിട്ടാലും ഉണ്ടാവുന്ന മനസ്സിലായില്ലേ? അല്ല, ഉണ്ടാവുന്ന പറഞ്ഞാൽ ഉള്ളിത്തണ്ടായിട്ടുള്ള ഉള്ളി കടക്കാൻ തോരം ഉണ്ടാവും. നമുക്ക് നോക്കാം. പിന്നെ ഇത് ഞാനിപ്പോ കാലത്ത് കളച്ചത് വന്നിട്ടുണ്ട്. ചീര നട്ടു, പച്ച ചീര, പാവി നട്ടു എന്ന് പറയാൻ പറ്റിയേട്ടാ. പാവി. പിന്നെ അവിടെ ഈ നമ്മുടെ വള്ളിച്ചീര നട്ടിട്ടുണ്ട്. പിന്നെ അറ്റത്ത് ലോലാനില്ലേ, കളർന്ന് പോണ ലോല, അവളെ ഞാൻ ഈ മണ്ടയിലേക്ക് ആക്കി, ഇതിൽ ലോല നട്ടു. ഇപ്പൊ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ കാല് കൊടുത്തു കഴിഞ്ഞാലേ ചേട്ടാ പക്ഷപാതം കാണിക്കുന്നുണ്ട്. ലോലേനെ മാത്രം അഭിനയിച്ച് കാണിക്കണല്ലോ, എന്താ ബാക്കിയുള്ളവരെ അഭിനയിക്കാത്ത? അല്ല, ലോല അങ്ങനെയാണല്ലോ. ഇവിടെ കാല് കുത്തി കഴിഞ്ഞാലേ ഈ പേരാമ്പിളിക്ക് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിളിക്കാൻ പടർത്താം. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ. അപ്പൊ ലോല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് താങ്ങ് കൊടുക്കണേ, അല്ല അവൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. അവളാ ദുർബലയാണ്. ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിൽക്കുള്ളൂ. അല്ലാണ്ട് ലോലയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ തടന്ന് പൂർത്തിയായിട്ടത് നമ്മുടെ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് മൂടിയില്ലെങ്കിലേ നിങ്ങൾ കാണുന്നവർക്ക് തന്നെ നമുക്ക് അയ്യേ തോന്നിയ പോലെ എടുക്കണം ഇവിടെ വൃത്തിയായിട്ട്. പക്ഷേ ഇത് ചവറുകളാണ്, ബെസ്റ്റ് വളമാണ്. ഈ തെങ്ങുമ്പോൾ എത്തി നാളികേരമുള്ളൂ കേട്ടാ. ഈ തെങ്ങിൻ്റെ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 42 കൊല്ലാണ്. 42 നമ്മുടെ തെങ്ങുകളുടെ ഒപ്പം വെച്ചിട്ടുള്ള എൻ്റെ പ്രായല്ലേ? കറക്റ്റ് 1982 വെച്ചിട്ടുള്ള തെങ്ങ്. 42 വയസ്സായി വരും. അപ്പോൾ ഞാൻ ഇത് നട്ടിട്ട് ഇതിൽ കുറച്ച് പയർ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിന് ഒരു വളമായി. പയർ നടാൻ വേറെ ഒറ്റ സ്ഥലമില്ലാത്ത പോലെയുണ്ട്. അല്ലടി, നൈട്രജൻ തെങ്ങിന് കുറവാണെങ്കിൽ പയർ നടാൻ നേരിട്ടില്ല. പണ്ടേ നമ്മുടെ ഈ കണ്ടങ്ങൾ പൂട്ടി കഴിഞ്ഞാലേ, അല്ല കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലാകുമ്പോൾ ഈ ഉഴുത് മറിക്കും പാടം. ട്രാക്ടർ കൊണ്ടിട്ട് ഇങ്ങോട്ട് ഉഴുത് കംപ്ലീറ്റ് മറിച്ചിട്ട് നമ്മൾ കൊല്ലാമ്പലത്തെ ശ്രീധരാട്ടനാണ് ആദ്യമായിട്ട് ഈ എള്ളിന് വധിക്കുക. സാധാരണ വേനൽക്കാലാകുമ്പോൾ എള്ള് വധിക്കും. എള്ള് വധിക്കുന്നതിന് പകരം ഈ പയറുണ്ട്, ഒരു പ്രത്യേക പയർ നീളത്തിലായിട്ട് പോവും. പയറെന്ന് പറഞ്ഞാൽ പയറുണ്ടാവില്ല, ഇതിന് നിറയെ കാട് കുത്തിണ്ടാവും. നമ്മൾ കൂട്ടാൻ വയ്ക്കണ പയറാവും. അല്ല, ഒരു കാട്ട് സാധനം നൈട്രജനാണത് അന്തരീക്ഷത്തിൽ വലിച്ചെടുക്കുക. കണ്ടം മുഴുവൻ എന്തൊരു കുഴപ്പമെന്നറിയോ, ഇതിന്റെ ഉള്ളിൽ ചേരപ്പാമ്പുകൾ അയിരുകളിയാ. ചേരപ്പാമ്പ് മയ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ഈ പാടത്തൊരു തവണ അങ്ങനെ നെൽകൃഷി കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽ വർഷം അതുകൊണ്ട് പിന്നെ ഉഴുതായിരിക്കണം മറിച്ച്. അപ്പം ബെസ്റ്റ് വളമായി. അങ്ങനെ ഒരു ടെക്നിക്ക് അത് ഇവിടെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അത് ആദ്യം ഒരു കൊല്ലം ശ്രീധരേട്ടൻ അത് ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് പാമ്പുകൾ കണ്ട് ഓടിയിട്ട് പിന്നെ ആള് നിർത്തിയതുകൊണ്ട് പരിപാടി. കാരണം ഭയങ്കര അപകടമായി. ചിലപ്പോൾ ഈ ചേരപ്പം ഭയങ്കര മുതലുണ്ടാവും, മൂർക്കനും തേങ്ങ വാങ്ങിക്കുണ്ടാവും. നല്ല ചുവപ്പ് മണ്ണാ ഇവിടുത്തെ, പുതിയ മണ്ണല്ലേ, ബെസ്റ്റ് ചുവപ്പ് മണ്ണ. ചരല് മറ്റേ വെട്ടുകല്ല് നിറയുണ്ട്, അത് കാരണം ചരല് കണ്ട. അത് ചെറിയടൻ പറഞ്ഞില്ലേ, ചെറിയടനും പറഞ്ഞു. പിന്നെ മറ്റേ നമ്മുടെ ടെൽസ മൈ ഹീറോ ഇല്ലേ, ആള് പറഞ്ഞില്ലേ, ടെസ്ല. ചരൽ മണ്ണിൽ വേരോട്ടം കൂടുന്നു, കൃഷി നന്നാവുന്നു. കൊറേ പേര് ചേട്ടനോട് ഇങ്ങനെ കളക്കുന്ന കണ്ടിട്ട് വിഷമം തോന്നിയിട്ടേ ട്രാക്ടർ, ഒരു കുഞ്ഞു ട്രാക്ടർ കൊണ്ടുവന്നിട്ട് ഉഴുത് മറിച്ചിട്ട് ചെയ്തുകൂടെയും ചെയ്യും. അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിട്ട് ത്രില്ലടിച്ചിട്ടാ ചേട്ടൻ കളക്കണം. അപ്പോൾ ട്രാക്ടറിനെ കൊണ്ട് യന്ത്രത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഒരു പൊക്കിളിങ് കൊണ്ടിട്ട്
അല്ലെങ്കിൽ പിന്നെ തമിഴന്മാരെ നിർത്തിയിട്ട് മേൽനോട്ടമായിട്ട് കൈ കെട്ടിയിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നാൽ പോരെ. നമുക്ക് ഈ കളയ്ക്കണോണ്ട് നമുക്ക് ഒരു ആരോഗ്യം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ അതുപോലെ കമന്റ് വരുന്നത് ചേട്ടനോട് മറ്റേ ഈ ബൂട്ട് ഇതില്ലേ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കണം മറ്റേ സാധനം ഒരു ഇത്രക്ക് അതും ഗ്ലൗസ് ഉപയോഗിക്കാം. മണ്ണിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അസുഖങ്ങൾ വരുന്നു. അത് എനിക്കറിയില്ല ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെ. അതായത് ഇപ്പം കൃഷി ചെയ്യുന്നവർ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ അങ്ങനെ കയ്യോറിയിട്ടിട്ട് ബൂട്ടിട്ടിട്ട് ഇങ്ങനെ ചെയ്യണത്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ നമ്മൾ ഈ കൃഷിയും ഇതായിരുന്നു. ഞാനും മല്ലചേട്ടനും ഇവരൊക്കെ ഇതൊക്കെ ചെയ്യണത്. ഞങ്ങൾക്ക് ആർക്കും ഈ കയ്യോറിയും വേണ്ട കാലോറിയും വേണ്ട. നമുക്കത് ശീലിച്ചിട്ടുമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് ഒരു വട്ടം സജീവൻ വാങ്ങിച്ചിട്ട് സജീവൻ്റെ പിന്നെ ഉപയോഗിക്കാണ്ടായപ്പോൾ ചേട്ടാ അത് ഒരു വട്ടം എടുത്തോണു മുന്നേ. എന്നിട്ട് ചേട്ടൻ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റണ്ടേ? നമുക്ക് പറ്റില്ല. ഒരു എന്തോ ഭയങ്കര ഒരു തടസ്സം, കയ്യും കാലൊക്കെ കെട്ടിയിട്ട് ചെയ്യണ പോലെ അങ്ങനെ എന്തോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാണ്ടായി. അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഇപ്പം ആദ്യമായിട്ട് കൃഷിയിലേക്ക് വരുന്നവരൊക്കെ കയ്യോറിയിട്ടിട്ട് മുഖത്ത് മാസ്ക് കെട്ടിയിട്ട് കുറേ പണികൾ ചെയ്യും. നമ്മൾ മരുന്നടിക്കുമ്പോൾ പോലും മുഖത്ത് മാസ്ക് ഇടല്ലേ. നമ്മൾ നെല്ലിനൊക്കെ മരുന്നടിക്കാനും കൃഷിക്ക് ഒക്കെ ചെയ്യണതാണ്. ഒരു ചുക്കും ചെയ്യില്ല. അവർ കൈക്കോട്ട് കളിക്കുമ്പോൾ നമുക്ക് ഒരു കയ്യറിയും വേണ്ട, ഒന്നും വേണ്ട. ഓരോ രോഗങ്ങൾ വരുന്നു മണ്ണീന്നേ. ഒരു രോഗങ്ങളും വരില്ല. ശീലായി. അത് വിചാരിച്ചിട്ട് നമ്മൾ ചാവില്ലെന്നല്ല, ചാവും. മനുഷ്യന്മാർ രോഗം വന്നിട്ട് ചാവും. അപ്പോൾ അതിപ്പോൾ ഇതന്നെ വരണമെന്നില്ല. ഇത് വന്നാലും ചാവേണ്ടവർ ചാവും. അപ്പോൾ കളയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോബിയാണിത്. ഹോബി എന്ന് മാത്രമല്ല, നമുക്ക് ഒരു ആരോഗ്യം കിട്ടാനായിട്ടുള്ള ഒരു ഉപാധി. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം കഴിയാറായി തുടങ്ങിയിട്ട്, മൂന്നാമത്തെ ദിവസം കഴിയാറായി തുടങ്ങി. ഇത് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ആദ്യത്തെ ഒരു ഇത് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണോ. അത് കഴിഞ്ഞ് സരിതിക്ക് ഇവിടെ പണിയുണ്ട്. എനിക്ക് പണി നനയ്ക്കുക, ഫലവൃക്ഷങ്ങൾ ഫലമൂലാദികൾ പൊട്ടിക്കുക, അതുകൊണ്ട് രുചിയേറിയ വിഭവങ്ങൾ ഉണ്ടാക്കുക, പുല്ല് വലിക്കുക. ഒരാൾ പറയണേ, ഞാൻ ഇത് വായിച്ചിട്ടാണ് ഈ ഇങ്ങനെ മുഖം ഭംഗിയൊക്കെ അങ്ങനെ കുറേ ഇതുകൾ പറയണ്ടേ, പ്രായം കുറവ് തോന്നിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാളതിന് കമന്റ് ഇട്ടുണ്ട്, ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ അവിടെ നമുക്ക് പറ്റാവുന്ന പച്ചക്കറികളൊക്കെ നടാം, നമ്മളതിനെ പണിയെടുക്കുക, എന്നിട്ട് നമ്മളെന്നെ പൊട്ടിച്ച് കൂട്ടാൻ വെച്ച് കഴിക്കാന്ന്. അതിനേക്കാളും നല്ല പ്രായം കുറയ്ക്കാനുള്ള വിദ്യ വേറെ ഒന്നുമില്ല. അത് എല്ലാവർക്കും അത് ചെയ്യാൻ അതന്നെ, എല്ലാവർക്കും അത് പറ്റില്ല. അതിനോടൊരു താല്പര്യം വേണം. അതന്നെ, അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നല്ലതിൽ ചെയ്യാൻ പറ്റുള്ളൂ. പലർക്കും പലതിലാവും കഴിവ്. ഇപ്പൊ ഇത് ചെയ്യുന്നത് മാത്രമാണ് വലിയ കഴിവ് എന്നല്ലല്ലോ. ഇതിൽ കഴിവൊന്നുമില്ല. ഇത് കൃഷി ചെയ്യാൻ ഒരു താല്പര്യവും ഇഷ്ടവും ഒരു സന്തോഷം ഉണ്ടാവും. ഈ പശുവിനെ നോക്കണവര് അവർക്ക് അതാണ് അവരുടെ സന്തോഷം. പക്ഷെ അല്ലാണ്ടുള്ളവർക്ക് അത് പറ്റില്ല. അല്ല, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മുകളിൽ കൃഷിയില്ലേ. ശരിക്കും പറഞ്ഞ കൃഷിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കേണ്ടത്. പറയും പ്രേമം പറയുന്നില്ല കൃഷിക്കാരെ. കൃഷി നല്ലത് തന്നെ. അത് നമ്മൾ മണ്ണിനെ മറക്കണില്ല. ഇതിപ്പോ മൂടാൻ ഇന്നത്തെ ദിവസം മുഴുവൻ പോവും. കഴിയാറായില്ലേ. നമ്മൾ ചെറുപ്പം തൊട്ട് കളിക്കണ എൻ്റെ തെളിവാണ് നമ്മൾക്ക് ഇങ്ങനെ കൈക്കോട്ട് ശരിക്ക് കളിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് കേട്ടാ. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന ടൈമിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ സരിത അയ്യോ കാലുമോളും കൈക്കോട്ട് അവിടെ കണ്ടിട്ടില്ല. ഇതേ ഇങ്ങനെയാണ് കളിക്കുമ്പോൾ നോക്കിയേ, ഇതിങ്ങനെയാണ് വരില്ല. അത് ഞാനും കുഞ്ഞിതായിരിക്കുമ്പോൾ നമ്മളിടയ്ക്ക് പണിക്കൊക്കെ വറിതാപ്പിള അവരൊക്കെ കൂർക്കാടാനും അതിനൊക്കെ വരും. ആൾ ഭയങ്കര കൈക്കോട്ട് കളക്കാരനാ പണ്ട്. വറിതാപ്പിള നല്ല പേരൊക്കെ മറന്നു. ആൾ കളിക്കുമ്പോഴത്തേക്കിനി കാലിലവിടെ ഇങ്ങനെ കൈക്കോട്ട് വരും. അപ്പം നമ്മൾ വിചാരിക്കും ഇതേ കാല് മുറിക്കും. അപ്പം പേടിച്ചിട്ട് നോക്കിക്കുക നമ്മൾ കുഞ്ഞിതായിരിക്കുന്ന ടൈമിലേ അത്ര പേടിയ. പക്ഷേ അതുപോലെ ഇനിയായിരുന്നു സരിത കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ ഇവരവിടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇന്നത്തെ പണി എൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം പണി കളക്കിട്ടോ ഞാൻ. ഇരുട്ടാവണ വരെ അതെനിക്ക് കണ്ണ് കാണുന്ന വരെ എനിക്ക് കണ്ണ് കാണുന്ന വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണുന്ന വരെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. വൈകുന്നേരം 7 മണി വരെ കളക്കി. കാണുന്നവര് പല്ലുന്ന അല്ല കാണുന്ന കുറേ പേർക്ക് ദേഷ്യം വരുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊട്ടിപ്പോൾ ഇവിടെ ചെയ്യാം നിങ്ങൾ തന്നെ പറയും. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കുറേ പണികളുണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ചേട്ടന് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി, അടുത്തുണ്ടായാൽ മതി.
ചേട്ടൻ ഇപ്പൊ ക്യാമറ ഓഫ് ആക്കിയാലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കേൾക്കാനായിട്ട് ഇവിടെ ഒരാളൊന്ന് മൂളി കേൾക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടായാൽ മതി. അനിലൻ ചേട്ടൻ വരുന്നുണ്ടല്ലോ. അതെ, അനിലൻ ചേട്ടൻ. എന്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ വന്നാലേ കേക്കുള്ള പറയണത്. ഇങ്ങോട്ട് തരൂ. അതെ അല്ല ചേട്ടാ, വിത്ത് സെന്റുമെല്ലിയുടെ തൈ എവിടെ വാങ്ങിച്ചേ? ആ കണ്ട, ഇനി ഉണ്ടോ അവിടെ തൈ? ഇതിനൊക്കെ എത്രയായി വഴക്കന്നിനൊക്കെ? അതെ, അല്ല ഞാൻ ചോദിച്ചതല്ല ചേട്ടനോട് പൈസ തരാൻ വേണ്ടി. തക്കാളി വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ മണ്ണത്തിലുണ്ട്. ഇവിടെ തൈ വാങ്ങിച്ചില്ലേ, അത് ഇപ്പൊ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതായി പോവും. സെന്റുമല്ലി മതി, സെന്റുമല്ലിയ ഉണ്ടമല്ലിയാ, അങ്ങനത്തെ സാധനം മതി ഉണ്ടെങ്കിൽ. അപ്പൊ ശരി, ഞാൻ കളക്കട്ടെ. അപ്പൊ അല്ല ചേട്ടൻ കുറ്റിയമ്മര നമുക്ക് തന്നിരിക്കുകയാണ്. മറ്റേ പന്തലിട്ടിട്ടുള്ള അമര നമ്മള് വാങ്ങിച്ചിട്ടുണ്ട്. അത് നടണം. അപ്പൊ നമ്മൾ 4-ാം ദിവസത്തിലേക്ക് കടന്നു കേട്ടാ. 4-ാം ദിവസത്തിലേക്ക് കടന്നപ്പോ ഒരു ചാക്ക് ചാണപ്പൊടി മോളിൽ നിന്ന് എടുത്തു കൊണ്ടു. ഇത് നേന്ത്രവാഴയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണപ്പൊടി മറ്റേ ഈ കോഴിക്കാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജഗ് സ്കൂളിൽ പോയി. പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ചെയ്തു. ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി നട്ടു. ആൾക്ക് ചെറിയൊരു വാട്ടറിൻ്റെ കുഴപ്പമില്ല, പിടിച്ചോടും. പിന്നെ അവിടെ ഒരു പയർ നടന്നു നട്ടു. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം ഞാൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെടുപ്പാക്കി ആ തെങ്ങിൻ്റെ ഇടയിൽ കുറേ മണ്ണിട്ടു. അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നേന്ത്രവാഴ കണ്ട 4-ാമത്തെ ദിവസമായില്ല. അപ്പോഴേക്കും നോക്കിയാൽ അവൻ കൂമ്പെടുത്ത് വരുന്നുണ്ടാ. സരിതോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി സരിത, വാഴ കൂമ്പെടുത്തിട്ടുണ്ട. 4 ദിവസമായില്ലോ. അവിടെ നമ്മുടെ ഏറ്റവും വലിയ വിഷമം ഒന്നും വെച്ച് കഴിഞ്ഞാൽ വരാത്തതായിരുന്നു. നമ്മൾ പണിയെടുക്കണതിനുള്ളൊരു ഫലം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. ഇവിടെ പക്ഷെ അതിന്റെ ഇരട്ടിയാണല്ലേ. ഇവിടെ കാര്യങ്ങൾ നടക്കണത്. ഇന്ന് കാലത്ത് നട്ടതാണ്. അത് കാണിച്ചു കൊടുത്താ? അത് കാണിച്ചു കൊടുത്തു. അല്ല ഇതിന് നോക്കിയ ചാണപ്പൊടിയും ഇത്ര ചേട്ടനാ അത് കിടന്നോട്ടെ. ഇത് നേന്ത്രവാഴയ്ക്ക് ഇത് കുഴപ്പമില്ല. അല്ല ചേട്ടൻ ചോദിച്ചു ഇതെന്താ കടയ്ക്ക് 1-2 ചീനും ചോദിച്ചു. അല്ല ചേട്ടൻ ഇംഗ്ലീഷ് വെള്ളം ഇടും. ആ ഈ നേന്ത്രവാഴയ്ക്ക് ഇടും തോന്നുന്നുണ്ട്. ഒറ്റ വളർച്ച കിട്ടണല്ലോ തുടക്കം. ചേട്ടൻ ഇവിടെ ഊഞ്ഞാല് കെട്ടി തരാന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് കയറൊക്കെ കൊണ്ടുവന്നേക്കണേ. കയറ് കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കും. കയറ് ഞാനേ നോക്കിയേ ഇതെങ്ങനെ ഇവിടെയൊക്കെ വൃത്തികേടല്ലായിരുന്നേ. ഇവിടെ വെടുപ്പാക്കി ചവറാക്കിയിട്ട് വെടുപ്പാക്കിയിട്ട് നോക്കിയാൽ നമ്മൾ അവിടെ ഒരു ഊഞ്ഞാല് ഉണ്ടായിരുന്നല്ലോ. തൊട്ട് മാവുണ്ട്. അപ്പോൾ ഈ സരിത പറഞ്ഞു എന്ന് പറയുന്നില്ല. താങ്ങിയ സരിത പറഞ്ഞിട്ടൊന്നുമില്ല. ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞില്ല ഞാൻ ഊഞ്ഞാല് കെട്ടി തരാട്ടാ. എന്നാ ശരി, ഞാൻ ഊഞ്ഞാല് കെട്ടി തരാം. ഇത് കെട്ടിയത് കറക്റ്റ് ഒരു കൊമ്പുണ്ടല്ലോ പറ്റിയത്. അത് ഒടിയോ ഈശ്വര? ഒടിയില്ല, പക്ഷെ അതൊന്നും ചെറിയില്ലേ. അതിന് ഒരു ഷേപ്പ്, അതായത് ഇങ്ങനെ ശരിക്ക് കറക്റ്റ് അല്ല. അതിന് കുഴപ്പമുണ്ടാവും. നോക്കിയോ, നമുക്ക് കെട്ടി നോക്കാം. ചേട്ടൻ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട്. വെള്ളം വേണം. അപ്പൊ ഇവിടെ ഊഞ്ഞാലേ ഇവിടുത്തെ അത് ഈ കയറിന്റെ തല കത്തിക്കണം, ഉരുക്കണം. പോകലുണ്ട്. ബെസ്റ്റ് കാറ്റാണ് ഇവിടെ അല്ലേ. എന്തോ നമുക്കേ ഈശ്വരൻ അറിഞ്ഞു തന്ന പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ. കാറ്റും ഞാൻ കയറട്ടെ. ഇതൊന്ന് തന്നല്ലോ കേട്ടെ. എന്നിട്ട് ആ തല കേട്ടാ. കോണിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. പ്ലാവുമലാണ് സാധാരണ കോണി വെച്ച് കയറാറ്. മാവുമ്മ. അയ്യോ ചേട്ടാ കറക്റ്റ് ആയിട്ടല്ലേ ഇരിക്കണം. ഞാൻ പിടിക്കണ? ഞാൻ പിടിച്ചാലും കാര്യമൊന്നുമില്ല. എന്നാലും വെറുതെ. എത്രയ്ക്ക് ഉയരം വേണം ആദ്യം? ഇത് ഭയങ്കര ഹൈറ്റ് അല്ലേ, എനിക്ക് ചാടി കയറിയിരിക്കണം. അല്ല അത് ഇത്തിരി ഇറങ്ങും. ഒരു മിനിറ്റ് ഒന്ന് കെട്ടട്ടെ. ഊഞ്ഞാല് കെട്ടി കൊടുക്കൽ ഒരു പ്രത്യേക സംഭവമാണ്. പണ്ട് കാലങ്ങളിൽ വീട്ടിലെ കാരണന്മാരാണ്, അല്ലെങ്കിൽ വലിയ വലിയ തറവാട്ടുകളിൽ പണിക്കാരുണ്ടാവും. അവരാണ് കുട്ടികൾക്ക് ഊഞ്ഞാല് കെട്ടി കൊടുക്കുക. അപ്പോൾ കാരണന്മാരത് നോക്കി വെക്കും ഇങ്ങനെ വിളിച്ചിട്ട്. സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ടില്ലേ? മറ്റേ മുകേഷ് 3 മുറപ്പെണ്ണുങ്ങളായിട്ട് തല്ലൂട്ടണം കല്യാണം കഴിക്കാൻ. പൂച്ചയ്ക്കാര് പണി കിട്ടും. അതില് മാളയുടെ അടുത്ത്, മാളയാണ് അവിടുത്തെ കാര്യസ്ഥം, മാളയുടെ അടുത്ത് മുത്തശ്ശി ഇത് കെട്ടി കൊടുക്കാൻ പറയുമ്പോ ഇനിയിപ്പൊ മാവുമ്മ കേറണം, കയറെടുക്കണം, കെട്ടണം. എന്ത് പണി പറഞ്ഞാലും ആളപ്പോ ഇനിയിപ്പോ ഇതിൽ തുമ്പൂരിക്കണം. അതേ ഇന്നത്തെ വീഡിയോയിലത്തെ ഒരു കമന്റ്, ഇന്നലെ നമ്മൾ യക്ഷികളെ കുറിച്ച് പറഞ്ഞില്ലേ? യക്ഷിയും പ്രേതം തമ്മിലുള്ള വ്യത്യാസം.
മെയിൻ ഒരു വ്യത്യാസം അജീഷ് VC കമന്റ് ഇട്ടിട്ടുണ്ട്, യക്ഷികൾ ഭയങ്കര സാമ്പത്തികമുള്ളവരും പ്രേതങ്ങൾ ഭയങ്കര പാവപ്പെട്ടവരാണെന്ന്. കാരണം യക്ഷികൾ കുറെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല മേക്കപ്പിലൊക്കെ അല്ലേ വരാം, അത് കാരണം. പ്രേതങ്ങൾക്കാണെങ്കിൽ ഒരു ആഭരണമില്ല, ഒന്നുമില്ല, വെള്ളസാരി മാത്രമല്ലോ. അല്ല, ആണുങ്ങൾ മരിക്കുമ്പോ പ്രേതാവില്ലേ, പെണ്ണുങ്ങൾക്ക് മാത്രം ആ പ്രേതമുള്ളോ, ആത്മാവ് ഉണ്ടാവുള്ളോ? കത്തിക്കിട്ടെ. അപ്പൊ നമ്മുടെ കൃഷിയിടത്ത് ഒരു ഊഞ്ഞാല്, ഇനി ഇവിടെ ഇരിക്കാനായിട്ട് 2-3 സാധനങ്ങളാണ് വേണ്ടതില്ല ചേട്ടാ. ഈ തലമുൻകത്തീനം ഈ പ്ലാസ്റ്റിക് കയർ ഇങ്ങനെയുണ്ട് പെട്ടെന്ന് ഇതാവില്ലോ, വിടർന്നാണ്ട് പോവില്ലോ. ഞങ്ങൾ കാലത്ത് ചായ കുടിച്ചിട്ടൊക്കെ ഇരിക്കണ സ്ഥലം കൂടാരായിരുന്നു. ഇപ്പൊ ഇവിടെയും അല്ല ഇപ്പൊ ഇരിക്കാനായിട്ട് സമയമില്ല. ഇതൊന്ന് ഇവിടെ നിന്നൊരു തീരുമാനമായിട്ട് വേണം അവിടെ ഇരിക്കാൻ. ശരിയല്ലേ, ഇവിടെ കൊറേ നടല് കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഇതുപോലെ വേണ്ടല്ലോ. അതൊരു കാരണത്തിന് കാണാൻ കൂടുതലല്ല അതിനേക്കാളും. അത് ഇതുപോലെ തന്നെ ആയിരുന്നു തോന്നൂലേ, പിന്നെ ഇങ്ങനെ ആയതാണോ കാലക്രമേണ അങ്ങനെ? ഒന്നും മറന്ന അപ്പുറത്തുനിന്ന് കേട്ടോ, എന്റെ തല മാറ്റിയേ തല ഞാൻ ഇങ്ങോട്ട് മാറ്റി, ഇത് ഇപ്പുറത്തുനിന്നാക്കണത് തല മാറ്റി. പണ്ട് തലമാറട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ കേട്ടിരുന്നു, മലമ്പുഴയ്ക്ക് ടൂർ പോയിട്ട്. തലമാറട്ടേന്ന്? തലമാറട്ടെ എന്ന് പറഞ്ഞിട്ടേ ഒരു മണ്ടബുദ്ധി, ഒരു ബുദ്ധിയില്ലാത്തൊരു കുട്ടിയിലായിരുന്നു. അത് ഇതിലാണ് കേട്ടോ, ഈ കാർട്ടൂൺ പരമ്പരയാണിത്. നമ്മുടെ കബീഷൻ ശരിയാക്കാം പൂമ്പാറ്റയിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അവൻ ക്ലാസ്സിൽ എല്ലാവരും മാഷന്മാരൊക്കെ തിരുമണ്ടെന്നൊക്കെ വിളിക്കുക. കുറേ പേര് അവനെ കളിയാക്കും, ടീച്ചർമാരും കളിയാക്കും തോന്നുന്നു കേട്ടോ, എന്തൊക്കെയുണ്ട്. അങ്ങനെ മലമ്പുഴയ്ക്ക് ടൂർ പോയപ്പോൾ അവിടെ വെച്ചിട്ടും ഇവൻ കുറേ കളിയാക്കലിന് വിധേയമാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് എവിടേക്ക് പോകാൻ ഒറ്റയ്ക്ക് പോയി നടന്നു പോയപ്പോൾ അവിടെ അടിയിൽ കെട്ടിയിട്ട് വേണ്ടേ, ആരോ ഒരു ദേവി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു വരം കൊടുത്തു. എന്തിട്ട് വരം കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടാവാന്നല്ലേ ഇപ്പം പറഞ്ഞു, തല മാറ്റിക്കിടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ തല മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ്റെ തല നിൻ്റെ തലയിൽ, നിൻ്റെ തല നിതിൻ്റെ തലയിൽ വരും. മനസ്സിലായ? ഇപ്പൊ ചാർലിന്ന് നോക്കിയിട്ട് തല മാറട്ടെ എന്ന് ഇപ്പൊ നിന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലിയുടെ തല നിന്റെ അമ്മ വരും, നിന്റെ തല ചാർലിയമ്മ വരും. അങ്ങനെയാണ് വരാ. ആ കുട്ടി അവൻ കഥീനേട്ടത് അവൻ അങ്ങോട്ട് വന്നപ്പോൾ ഈ മാഷന്മാരും കുട്ടികളൊക്കെ മറ്റുള്ള കുട്ടികളൊക്കെ കളിയാക്കി. കളിയുമ്പോൾ മാഷാണെന്നുകൊണ്ട് കൂടുതൽ ഇതായിട്ട് മാഷ് ടീച്ചറിൽ നോക്കിയിട്ട് തല മാറട്ടെ എന്ന് പറഞ്ഞു. മാഷ തല ടീച്ചറെ തലയമ്മ, അല്ല ടീച്ചറെ ബോർഡല്ലമ്മ ടീച്ചറെ തല. ഇത് അതിനെ സംബന്ധിച്ച് ഭയങ്കര തമാശ. പിന്നെ അതിന് ശേഷം അതിന് കുറേ തമാശകളുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് അവർ രണ്ടുപേരും ഉള്ള ഇതൊക്കെ ആയിട്ട് ഏതിലെ വന്നിക്കിടന്ന് എനിക്ക് മനോരമയാണോ അല്ല ബാലരമ്യ പൂമ്പാറ്റയിലാണ് പണ്ട്. ഞാനതിപ്പോൾ പറയാൻ കാരണം എന്തിട്ടാ, എന്തൊരു കാരണം ഉണ്ടായില്ലേ? അതിന് ഞാൻ ചോദിച്ചാ എന്തൊരു കാരണം ഉണ്ടായിരുന്നു. മറ്റേ ഒരു അച്ചാച്ചനും അമ്മാമിക്കും മക്കളില്ലാണ്ടിരുന്നിട്ട് അവര് ഒരു മത്തങ്ങ അവരുടെ പറമ്പിലുണ്ടായത് മുറിച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടീനെ കിട്ടി, അങ്ങനത്തെ കഥ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ കഥ കേട്ടിട്ടുള്ള ഓർമ്മയുണ്ട്. എന്നിട്ട് ആ കുട്ടി സ്കൂളിൽ പോയപ്പോ എല്ലാവരും സ്കൂളിൽ കളിക്കും, മത്തങ്ങ കൂട്ടെന്ന് വിളിച്ച് കളിയാക്കി. അപ്പോ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചില്. അപ്പോൾ അച്ചാച്ചൻ അമ്മാമ പറഞ്ഞു, ഇനി നിന്നെ ആരെങ്കിലും മത്തങ്ങ കൂട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കിയിട്ട് ടിഷ്യൂ ഇങ്ങനെയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം മത്തങ്ങ കൂട്ടെന്ന് വിളിക്കണവരുടെ അടുത്തൊക്കെ ടിഷ്യൂ നാക്കുമ്പോൾ അവരൊക്കെ മരിച്ചു വീണു. അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ ചേട്ടൻ? കേട്ടിട്ടില്ലേ? എൻ്റെ ഓർമ്മയില്ല അങ്ങനത്തെ കഥ, അങ്ങനെ വരുന്നില്ല. ചെറുപ്പത്തിൽ അങ്ങനത്തെ കുറേ കഥകളുണ്ട്. നമ്മളിങ്ങനെ സങ്കല്പിക്കും, മത്തങ്ങ ഇങ്ങനെ മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി, അതൊക്കെ മനസ്സിൽ കാണും ഇങ്ങനെ അല്ലേ? കഥകൾക്ക് അങ്ങനെ പ്രത്യേകത ഇല്ല. അത് കഥകളാണ്ട് നമ്മളെ ആ സങ്കല്പിക ലോകത്തേക്ക് കൊണ്ട് ഉയരം നോക്കിക്കേ. കറക്റ്റ് അയ്യാ വരട്ടെ, ഒരാടാൻ പറ്റേ ഇത് മാറ്റട്ടെ, കോണി മാറ്റട്ടെ, ഇത്തിരി ഇങ്ങോട്ട് താഴെ. അത് ശരിയാക്കാം. അത് അതാ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ചെരിവല്ലേ? അത് ശരിയാക്കാം. ഇത് മോന്നിടിക്കോ? അത് തന്നെ ഞാൻ പറഞ്ഞ അപ്പുറത്തേക്ക് കേട്ടാന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ് ഭയങ്കര ശക്തിയിലാടണ്ട. ഈ സൈഡേ ഒന്ന് ഉയർത്തി കേട്ടാ, ഉയർത്തണം. അങ്ങനെ ഊഞ്ഞാല് കറക്റ്റായി. എന്തിനാന്നറിയോ ചേട്ടത് കെട്ടുമ്പോ എന്നോട് തല മാറ്റാൻ പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. തല മാറട്ടെ എന്ന് പറഞ്ഞല്ലേ?
ഞാൻ അത് തന്നെ ആലോചിക്കുന്നത് എന്തിനാ ആ കഥ അങ്ങനെ പറഞ്ഞു. ആ കൊമ്പ് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ? കൊമ്പ് ഇനി പിരിഞ്ഞിരിക്കേ ഇരിക്കി നോട്ടാ ഉൾക്കടിക്കാൻ പോണു. ഇതുമ്പോ ഒന്ന് ഇടിക്കുമോ എന്നുള്ള പേടി എനിക്ക്. ഒരു മിനിറ്റ് ഞാൻ നാട്ടാ. ആട്ടണ്ട ചേട്ടാ. കുഴപ്പമില്ലല്ലേ? ഇടിക്കില്ല തോന്നുന്നുണ്ട്. പക്ഷെ നല്ല തിരിച്ച് എരിവുണ്ടല്ലേ? അതെന്താ കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് അത് ഈ കൊമ്പ് ഇങ്ങനെയല്ലേ? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. മതി. അങ്ങനെ ഇവിടെ ഒരു ഊഞ്ഞാലും സെറ്റ് ചെയ്തു. അതെ, ഇനി ചേട്ടൻ അവിടെ കളിക്കും, ഞാനിവിടെ നിന്ന് ഊഞ്ഞാലാണ്. നല്ല രസമല്ലേ? ഒരു കവിത ചൊല്ലിയെന്ന് ചെയ്യാൻ. കവിതയാ? നമ്മുടെ രസം ചാനൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രേമേട്ടനും ജയന്തേച്ചും ഡബിൾ റോളായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം. അത് ഫേസ്ബുക്കിൽ ഒരു 4 ലക്ഷം പേരൊക്കെ കണ്ടു അല്ലേ? രസത്തിലെയോ? രസത്തിൽ 36,000 പേരെ കണ്ട. അതിൽ ഞാനൊരു കവിത പാടിയിട്ടുണ്ടായിരുന്നു, മറ്റേ കാട്ടുപൂന്ന് പറഞ്ഞ കവിതയുടെ ഒരു 4 വരി. ആ കവിത ചൊല്ലിയാലോ? ആ കവിത ചൊല്ലി. വേണ്ട, ആ വീഡിയോ കാണാത്തവരൊന്ന് കാണും കേട്ടോ. അവരുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട്, പ്രേമേട്ടൻ്റെ ജയന്തേച്ചിയോടും. അതിലുപരി അതിൽ പറയണ ഒരു വിഷയമുണ്ട്. അത് എല്ലാവരും അതെങ്ങനെ എടുക്കും എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് ആളുകൾ ഇതിനെ എങ്ങനെ എടുക്കാവോന്ന്. പക്ഷെ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ആശയം. അവിടെയാണോ അന്നേരം നടാൻ പോണേ? അവിടത്തെ മണ്ണ് പൊട്ടയായിരിക്കോ? തീ കത്തിച്ചിട്ടുള്ള സ്ഥലത്തെ മണ്ണ് പൊട്ടയായിരിക്കോ? അത് കുഴപ്പമില്ല, വെണ്ണൂറുണ്ടാ. അല്ല, മണ്ണിങ്ങനെ വെന്തുണ്ടാവില്ലേ? അപ്പൊ അതില് അമരത്തേയില് കുറ്റിയമര അല്ല അടുത്ത് വന്നാ തെങ്ങിന്റെ കടക്കലൊക്കെ ചവറിട്ട് കത്തിക്കില്ലേ? തെങ്ങിന്റെ കടക്കിൽ കത്തിക്കില്ല. തെങ്ങിന്റെ ചിലപ്പോ വേരുമ്പിലേക്ക് തീ പിടിക്കൂല്ലേ? കൊണ്ടുപോവാ കുറ്റിയമര. നമ്മുടെ ചില മിളകും തൈയൊക്കെ കട്ട് ചെയ്തിട്ടേക്കണം. ഇത് പ്രാണികളാന്ന് തോന്നുന്നുണ്ട്. പിന്നെ വഴുതനങ്ങയുടെ തൈയും കുഴിച്ചിട്ടത് കട്ട് ചെയ്തിട്ടേക്കണം. പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ ആറ്റത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വരല്ലേ? അല്ല, അവിടെ വെയില. പിന്നെ തണലത്ത് നടന്ന സാധനങ്ങൾ കുറച്ചെണ്ണം ഉണ്ട്. അത് ഇവിടെ അല്ലേ വെയില്? അല്ല, ഈ വെയിൽ കുഴപ്പമില്ല എനിക്ക്. ശരി, അവിടത്തെ വെയില് ചേട്ടനക്ക് ബുദ്ധിമുട്ട്. ഇവിടത്തെ വെയില് കുഴപ്പമില്ല. അവിടെ നേറ്റടിക്കും. ഇവിടെ മരങ്ങളെ ഇതുണ്ടല്ല. ഇതിപ്പോ കുറ്റിയമ്മരയിരുന്നേ വെറുതെ നട്ടു കൊടുക്കാൻ. അല്ല, ഒക്കെ വെറുതെ നടുന്നത് വാടിയാ. ചെറിയൊരു വട്ടം. അപ്പൊ ഇതിന് പന്തല് വേണ്ട? കുറ്റിയമ്മരക്ക് പന്തല് വേണ്ട. ഇതേപോലെ നനച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പന്തൽ വേണ്ടല്ലോ. ഞാൻ ആ സുമേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പന്തലുകൾ വേണമെന്ന് പറഞ്ഞിട്ടേ. എത്ര ഉണ്ട്? 6 ഉണ്ടല്ലേ? അയ്യോ, അല്ല ചേട്ടാ പാവം. അവിടേക്ക് വാങ്ങിക്കണതിൻ്റെ ഒപ്പം ഇവിടേക്കും നമുക്കും തൈകളും വിത്തും ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി വന്നു തുടങ്ങി. അവിടെ ഇപ്പോൾ ഈ തണലത്ത് നടന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അവറ്റങ്ങളെ ഇപ്പോഴെല്ലാം നടാ. ഈ ചേന, ചേമ്പ്, കാവത്ത് ഇവരൊക്കെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ നടാ. ഏപ്രിൽ സമയം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ നടാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, തണലുള്ള സ്ഥലങ്ങളിലല്ലേ. പിന്നെ ഈ കോളിഫ്ലവർ, കാബേജൊക്കെ ഒക്ടോബർ, നവംബർ മാസങ്ങളിലല്ലേ വാങ്ങിക്കുക തൈകൾ കിട്ടുക. അപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ അതിനുള്ള സ്ഥലം അവിടെ മാറ്റിയിട്ടുണ്ട്. ഉള്ളി കുറച്ചും കൂടി നടാൻ തോന്നുന്നു. ഉള്ളിയില്ലേ? ഉള്ളി നടാം. ഇപ്പോൾ ഉള്ളി നടന്ന ടൈമല്ലേ ഇപ്പോൾ. നമുക്ക് ഉള്ളി തണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ഇതിൽ ഇത്തിരി വെള്ളം ഒഴിക്കാം. നിനക്ക് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പറ്റുമോ? ആ ബക്കറ്റ് അവിടെ ഉണ്ട്, അത് മുക്കിയിട്ട്. ഈ ബക്കറ്റിന് വെള്ളം ഇല്ലാണ്ട് തന്നെ ഒടുക്കത്തെ വെയിറ്റാ. ഭയങ്കര 4 മില്ലി ബക്കറ്റേ. നമ്മുടെ വീട് പണിയുടെ ടൈമിൽ പെയിന്റ് അടിച്ചിട്ട് ഇതില് മറ്റേ വൈറ്റ് സിമെന്റ് ഒക്കെ കലക്കിയിട്ട് അതുണ്ട് ഒരു ലോഡ്. അത് ഉരച്ചു കളഞ്ഞ പോകും തോന്നുന്നുണ്ട് ചേട്ടാ. വെണ്ണൂറുമായ അമരയ്ക്ക് നന്നായി വെള്ളം വേണമെന്ന് പറയാ. തവള കരയണമെന്ന് പറയാം അമരയുടെ കടയ്ക്ക്. അമരേ കടയ്ക്ക് തവള കരയണമെന്ന് പറയാം. ബാക്കിയുള്ള സാധനങ്ങൾ പോലെയല്ല അമരയ്ക്ക് വെള്ളം. പക്ഷെ അത് വിചാരിച്ച് വെള്ളക്കെട്ടിൽ വയ്ക്കാനും പറ്റില്ല അമര. ഇതിൽ ഇഞ്ചി നട്ടോ ഞാൻ പറഞ്ഞ. ഇതിൽ ഇഞ്ചി ഞാൻ ചേട്ടനോട് ചോദിക്കണം വിചാരിച്ചു. ഇഞ്ചി എവിടെ നട്ടേന്ന്? ഇഞ്ചി ഇപ്പം നട്ടാലും മുളയ്ക്കാൻ പറയാൻ പറ്റില്ല, ലോട്ടറി പോലെയാ. ചിലപ്പോൾ നട്ടൊക്കെ ചീഞ്ഞു പോവില്ലേ? അത് ഇഞ്ചി തരുന്ന ടൈമുണ്ടേ. ഓരോന്നിനും ഓരോ കൃഷിക്കും ഓരോ സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴല്ല സമയം, അതുകൊണ്ടായിരിക്കും ഇഞ്ചിയുടെ വിത്ത് അവിടെ നിന്ന് കിട്ടാഞ്ഞ് അണുത്തീന്ന്. ഇനി ഇവര് പൊടിച്ചോട്ടെ. ഇനി ഇപ്പം നിങ്ങൾക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ വളരാം അല്ലെങ്കിൽ തളരാം. ഞാനായിട്ട് ഒന്നും ചെയ്യില്ല. എന്താ അയ്യോ പോവല്ലേ എന്നിട്ട് ഊഞ്ഞാലടിക്കുക. ഇപ്പൊ ആ സൈഡ് താന്നില്ലേ, കുട്ടി അടിക്കോളൂ. ഞാൻ അടുത്ത് ചെയ്യാം. ശരിക്ക് ഈ ഉച്ചക്ക് മറ്റേ ഒരു ഞാത്തി പിടിക്കണ ചോറും പാത്രത്തിൽ കഞ്ഞിയും ചമ്മന്തിയായിട്ട് വരണല്ലേ. ആ മാവിന്റെ തണ്ട് ശരിക്കും നേരെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആടാൻ പറ്റും. ഇതിപ്പോ തിരിച്ചരിവിലാണ് ആടുന്നത് അല്ലേ. ഭയങ്കര സ്പീഡിൽ ആടുമ്പോ ചിലപ്പോ ഇവിടെ വന്ന് ഇടിക്കും. ഇല്ല അങ്ങനെ പാടണ്ട. ആ ഇങ്ങനെ ഒരു കുറച്ച് നോർമലായിട്ട് ആടി പോയി മതി. ദേവദൂതൻ കണ്ട നിങ്ങളെല്ലാവരും കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ആ പാട്ട് പാടിയേ നല്ല രസമായി. അയ്യോ കണ്ട അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അടുത്തേക്ക് ഇങ്ങനെ ആടി ആടി വരുന്നോറും അതിങ്ങനെ അടുത്തേക്ക് വരാ. ഇങ്ങോട്ട് തിരിഞ്ഞാടല്ലേ ചേട്ടൻ വിടല്ലേ. അപ്പൊ ഞാൻ ഇനിയാ അങ്ങോട്ട് തിരിട്ടാളാ. കൊള്ളി നടാൻ പോടാ. കൊള്ളിയാ ഇങ്ങനെ തടം കൊള്ളി നടട്ടെ. കൊള്ളിയൊക്കെ ഏതെങ്കിലും ആ രൂപ നാട് ചേട്ടാ. ഇടയിൽ അപ്പോൾ ഇവിടെ നടന്നില്ല. അതായത് നമ്മുടെ വെള്ളം വന്നു. അപ്പോൾ നമ്മൾ ചീരയ്ക്ക് ഇവിടെ മഴ ഇന്നലെയൊന്നും പെയ്തില്ല. അത് കാരണം ചീര തൈ നട്ടുണ്ട്. ചീര കണ്ട ആ തടം ഫുള്ള് ചീരയാണ്. അപ്പോൾ നനച്ചില്ലെങ്കിൽ ചീരകളൊക്കെ ചീര വിത്തൊക്കെ ഉറുമ്പ് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ നനയ്ക്കുന്നുണ്ട്. ഏത് പച്ചക്കറി അടുക്കളത്തോട്ടാണെങ്കിലും അതിലൊരു ചീര ഉണ്ടെങ്കിലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ പോലെയല്ല. നമ്മുടെ പച്ചമുളക്, ഇത് വെണ്ട, ഇത് നമ്മുടെ റെഡ് ലേഡി. കൊള്ളിക്ക് നനച്ചു കൊടുക്കാം. പൊടിച്ചു തുടങ്ങി, കൂമ്പിട് തുടങ്ങി കൊള്ളി. സരിതാ നിർത്തിക്കോ. അത് വിളിച്ചു പറയണം നിർത്താനായിട്ടേ. ഓടിയിട്ടിട്ട് കഴിഞ്ഞു.